അള്ളാഹുവിന്റെ റസൂലെ, ആ വിജയിച്ച കക്ഷി അതേതാണ്? ആ വിജയിച്ച കക്ഷി ഏതാണ്? ശരിയുടെ മാർഗം ആർക്കാണുള്ളത് റസൂലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടുന്ന് ഏതെങ്കിലും ഒക്കെ പ്രത്യേകമായ ഒരു പേരല്ല പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദർശമാണ്, ഒരു വിശേഷണമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗം പിൻപറ്റുന്ന ആളുകളാണ് വിജയിച്ച ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ആ സ്വഹാബികളുടെ മാർഗം ഏതാണെന്നുള്ള തേട്ടം നിങ്ങൾക്കുണ്ടാകണം. ആ സ്വഹാബികളുടെ മാർഗം ഇവിടെ ഏത് ഗ്രൂപ്പാണ് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതല്ലാതെ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ആരെങ്കിലും ഒക്കെ പണ്ടും പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒക്കെ പിൻപറ്റുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. മറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമെന്നും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നും അപ്പോൾ ശരിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റേണ്ടത് അത് റസൂലുള്ളാഹിന്റെയും സ്വഹാബികളുടെയും മാർഗമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? നമ്മൾ നമ്മുടെ മഹല്ലിൽ പണ്ടേ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ പിൻപറ്റും. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭൂരിപക്ഷത്തെ പിൻപറ്റൂ, അങ്ങനെയാണോ പറഞ്ഞത്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വഴി സ്വീകരിക്കൂ, അവരാണ് രക്ഷപ്പെട്ടവർ, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അവർ ആ മാർഗത്തിൽ പിൻപറ്റുക എന്നുള്ളതാണ്.